ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഫുഡിന്റെ വില നമ്മൾ അറിയണം. അല്ല അത് ശരി, ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അവര് സഹിക്കും. അത് ശരിയാ, നമ്മൾ ലേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി. ആതിഥേയ മര്യാദ എന്ന് പറയുന്നതിൽ സുരേഷ് ഗോപിയുടെ മകളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇതിനൊരു അന്ത്യമില്ലേ? മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമായി, എന്നിട്ടും ഈ വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയമായിട്ട് കറങ്ങി തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ നിലകൊള്ളുന്നത്. അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ആദ്യത്തെ ഒരു വിഷയം എന്താണെന്ന് നോക്കണമെങ്കിൽ, നമ്മുടെ മാധവ് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ് ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ പോസ്റ്റിനകത്ത് എന്ന് പറഞ്ഞാൽ മാധവ് സുരേഷ് ഉണ്ട്, അതേപോലെ ദുൽഖർ സൽമാൻ ഉണ്ട്, അതേപോലെ നമ്മുടെ ഗോകുൽ സുരേഷ് ഉണ്ട്. ഒരു 3 പേരും കൊണ്ട് നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. അതിന്റെ അടിയിൽ ഇങ്ങനെ ക്യാപ്ഷനായിട്ട് ലെഗസി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വരാൻ സാധ്യതയുള്ള ഒരു കോമൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ആർക്ക് ചിന്തിച്ചാലും കിട്ടാവുന്ന ഒരു കമന്റ് ആണ് അതിന്റെ അടിയിൽ വന്നതെന്ന് പറഞ്ഞാൽ, നോട്ട് ലെഗസി ബട്ട് നെപ്പോട്ടിസം എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നു. അപ്പൊ അങ്ങനെ ഒരു കമന്റ് വരും. കാര്യം ഇവര് 3 പേരെ നമ്മൾ നോക്കണമെങ്കിൽ ഇവർ 3 പേര് സ്റ്റാർ കിഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു രീതിക്കുള്ള കമന്റുകൾ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവർക്ക് അങ്ങനത്തെ ഒരു കമന്റ് വരും. നെപ്പോട്ടിസം എന്നുള്ള രീതിക്ക് കമന്റ് വരും. അപ്പൊ അതേപോലത്തെ ഒരു കമന്റ് ആണ് വന്നത്. അപ്പൊ ഈ നെപ്പോട്ടിസത്തിന്റെ ഒരു കേസ് നമ്മൾ നോക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ നമ്മുടെ മാധവ് സുരേഷ് അതിന്റെ അടിയിൽ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നെപ്പോട്ടിസം ഗെറ്റ്സ് യു ആക്സസ്. അതായത് നെപ്പോട്ടിസം നിങ്ങൾക്ക് ഒരു ആക്സസ് തരും, ഒരു ഇൻഡസ്ട്രീനകത്തേക്ക് നിങ്ങൾക്ക് കയറാനായിട്ടുള്ള ഒരു ആക്സസ് തരും. ആസ് ഇറ്റ് വർക്ക്സ് ഇൻ എനി അതർ പ്ലേസസ് വെൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ആക്സസ് തരും. പക്ഷെ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും എന്നുള്ള രീതിക്കാണ് പുള്ളി അതിനകത്ത് കമന്റ് ഇട്ടത്. അത് കറക്റ്റ് കാര്യമായിട്ട്. കാര്യം നമുക്കിപ്പോൾ നെപ്പോട്ടിസം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കൊരു ഏതൊരു ഇൻഡസ്ട്രീനകത്തേക്കാണെങ്കിൽ നമുക്ക് കയറാനായിട്ടുള്ള ചവിട്ടുപടി നമുക്ക് തരും, അല്ലെങ്കിൽ നമുക്കൊരു ഇനീഷ്യൽ പുഷ് നമുക്ക് തരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി പോകണം, അതേപോലെ അങ്ങനെ ചെല്ലണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. അല്ലാണ്ട് നമുക്ക് ഒരു കഴിവില്ലാണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് എൻ്റെ അച്ഛൻ്റെ അതിൽ ഇതുണ്ടായി, മറ്റേ ആനയിടുന്ന തഴമ്പുണ്ടെന്നൊക്കെ പറയൂലേ, അതേപോലത്തെ ലെവലിനകത്തൊക്കെ നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഒരു സിനിമയൊക്കെ നമുക്കെല്ലാം അഭിനയിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ കൂടെ നമ്മൾ വലിച്ച് നിലത്തിടും, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഈ ഒരു ഇതിനകത്ത്. ഇപ്പൊ ദുൽഖർ സൽമാൻ ആണെങ്കിലും നമ്മുടെ ഗോകുൽ സുരേഷ് ആണെങ്കിലും അവരൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ അവരൊക്കെ ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പൊ ഫസ്റ്റത്തെ ആ ഒരു നെപ്പോട്ടിസത്തിന്റെ പുഷ് കൊണ്ടാണ് അവർ ഇപ്പോഴും പോകണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും അതാണ് അപ്പൊ ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നോക്കണമെങ്കിൽ, സുരേഷ് ഗോപിയുടെ മകളുടെ മാരേജിന് വന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന റിലേറ്റഡ് ആയിട്ട്, അതായത് സുരേഷ് ഗോപി അവിടെ നിന്ന് ഈ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഇവരുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇവർ ഇറങ്ങി പോകുന്ന സമയത്ത് മീഡിയയ്ക്ക് കൊടുത്തൊരു സംഭവം ഉണ്ടായി. അവർ കാഷ്വലായിട്ട് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് പുള്ളി പറഞ്ഞൊരു കാര്യം, അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സുജുവൊക്കെ 3 പ്രാവശ്യം കഴിച്ചു. നൈസ്. ഫുഡ് അധികം വന്നു. അങ്ങനെ വേണം. അല്ല, എനിക്ക് മറ്റേതാണ്. ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഫുഡിന്റെ വില നമ്മൾ അറിയണം. അല്ല അത് ശരി, ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അവര് സഹിക്കും. അത് ശരിയാ, നമ്മൾ ലേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി. ആതിഥേയ മര്യാദ എന്ന് പറയുന്നതിൽ പഴയ കോൺസെപ്റ്റ് ഇല്ല ഇപ്പൊ വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മളൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം. നമ്മൾ കാണേണ്ടത് സൊമാലിയ, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അനീമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെന്ന് പറയണം, കയ്യിൽ പോലും ഒരു അരിമണി വടിച്ചു. ഓക്കെ, അപ്പൊ സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞ ഈ ഒരു കേസിനോട് എനിക്ക് എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് അതിനോട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല, അതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ പുള്ളി പറഞ്ഞ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരുന്ന ആൾക്കാരെ ഇത് 100 പേരെ എങ്ങനെയും ഭക്ഷണം കൊടുക്കാതെ തിരിച്ചു വിടുന്നു എന്നുള്ളൊരു സംഭവം പുള്ളിക്കാരൻ പറഞ്ഞു. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂല കേട്ടോ. കാര്യം ഒരു മാരേജിനകത്ത് നമ്മൾ പോകുമ്പോൾ, ഇപ്പം ഞാനൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് അവിടെ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഈ നമ്മൾ അറിയില്ലേ, വീട്ടുകാരാണ് പൈസ
കൊടുക്കണമെങ്കിൽ നമ്മളെ പോസിന് പോയിട്ട് മാക്സിമം കയറ്റാന്നുള്ളൊരു മൈൻഡിനകത്താണ് ഞാനൊക്കെ പോകാറ് ഏതൊരു കല്യാണത്തിനാണെങ്കിലും. അപ്പം അങ്ങനത്തെ മൈൻഡിനകത്ത് പോകുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊരു മാരേജിന് പോകുമ്പോഴേക്ക് എത്ര പേരുണ്ടാവും ആ പെണ്ണിനെയും ചെക്കനെയും കണ്ടിട്ട് അവരുടെ നല്ല കുടുംബം, അവരുടെ നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. ഭൂരിഭാഗം പേര് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാന്നുള്ള ഒരു ലെവലിനകത്തേക്ക് അങ്ങോട്ട് പോണത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഫുഡ് കൊടുക്കാണ്ട് മടക്കി വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാക്സിമം എല്ലാവർക്കും നമ്മളിപ്പോൾ കൂടുതൽ കൊടുത്താലും, അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ ചെന്നിട്ട് തിന്നുന്നത് നമുക്ക് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റില്ല. ഒരാൾക്കുള്ള ഫുഡേ ഞാൻ കഴിക്കുള്ളൂ, ഞാൻ ചിലപ്പോൾ രണ്ടാൾക്കുള്ള ഫുഡ് കഴിക്കാം. അതൊക്കെ എൻ്റെ അപ്പോഴത്തെ ഒരു വിശപ്പും എൻ്റെ ആ ഒരു ഇതൊക്കെ പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതും ഒരിക്കലും കണക്കൂട്ടാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാം. അപ്പം നമ്മൾ മാക്സിമം ഓവർ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് ഈ വേസ്റ്റ് ആവുന്ന കേസൊന്നും ഇപ്പം അധികം വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം നമ്മൾ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലകത്തൊക്കെ ഈ ഒരു സെയിം ഫുഡ് തന്നെ നമ്മൾ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് ഈ സംഭവം തീർക്കാനായിട്ടൊക്കെ ഇപ്പം നമ്മൾക്ക് കൊണ്ട് പറ്റും. ഇപ്പം നമ്മൾ ഏത് കല്യാണത്തിനാണെങ്കിലും അതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പം ചിക്കൻ ആണെങ്കിലും അതൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ കൊടുത്തു വിടുന്ന ഒരു പരിപാടികളൊക്കെ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് ഇതിനോട് ഈ ഫുഡ് വേസ്റ്റ് ആക്കൽ എന്ന് പറഞ്ഞ പരിപാടിയോട് ഇപ്പം ഞാൻ അങ്ങനെ വലിയ യോജിക്കുന്ന ഒരു കാര്യമല്ല. എന്നാലും ഫുഡ് വേസ്റ്റ് ആക്കുന്നവരുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്നും നമുക്ക് അതിനെ എടുക്കാം. അപ്പോൾ ആ ഒരു കേസിനകത്ത് എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പം അടുത്തൊരു കേസ് വന്നേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗോകുൽ സുരേഷ് അവിടെ കഴിക്കാൻ വന്നവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങായി, ഏതാ ചെങ്ങായി എന്ന് മനസ്സിലായ ജസ്റ്റ് സ്റ്റാർ വ്ളോഗ്സ്, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് മുമ്പ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വിഷയം ഉണ്ടായല്ല, പുള്ളിക്കാരിനെതിരെ ഭയങ്കര അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ചങ്ങായി വന്നിരുന്ന് പറഞ്ഞ് എന്നിട്ട് അങ്ങേർക്കെതിരെ ലക്ഷ്മി നക്ഷത്ര കേസിന് പോയൊരു സംഭവം. എന്നിട്ട് ഇങ്ങേര് വന്ന് കരഞ്ഞു വിളിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഞാൻ ഇനി നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ അങ്ങേര് തന്നെയാണ് ഇപ്പൊ വന്നിട്ട് ഗോകുൽ സുരേഷിനെതിരെ പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും കണ്ടുനോക്കാം. വലിയൊരു വിവാഹമായിരുന്നു. ആ വിവാഹത്തിന്റെ റിസപ്ഷൻ ഉച്ചയ്ക്ക് നടന്നത് നമ്മുടെ ഗോകുലം ഗോപാല സാറിന്റെ ഗോകുലം റിസോർട്ടിലാണ്. ഗോകുലം വലിയൊരു ആ പാലത്തിനടുത്താണ് അവിടെ. അപ്പോ ആ ഒരു സംഭവം അവിടെ ആ റിസപ്ഷൻ നടന്നപ്പോ എനിക്ക് അവിടേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീകണ്ഠൻ നായരെ എനിക്കൊന്ന് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഫോണിലും കുറെ ബന്ധപ്പെട്ട ആളെ കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഓഫീസിൽ നിന്ന് അറിഞ്ഞത് അദ്ദേഹം ഗുരുവായൂര് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും സമ്മതിച്ചു, ശരി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പോ അവിടുത്തെ കാര്യങ്ങൾ ഫുൾ സെക്യൂരിറ്റിയാണ്. അവിടെ കടക്കാനായിട്ട് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത പോലെ സെക്യൂരിറ്റിയാണ്. അത്ര വലിയൊരു സെക്യൂരിറ്റി വിങ്ങിനാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ശ്രീകണ്ഠൻ നായരുടെ കെയർ ഓഫിൽ നമുക്ക് അവിടെ കയറാൻ പറ്റി. ശ്രീകണ്ഠൻ നായർ അങ്ങനെ കയറി, ശ്രീകണ്ഠൻ നായർ നമ്മൾ കാണുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മള് സുരേഷ് ഗോപിനും കണ്ടു, ശ്രീകണ്ഠൻ നായർ കണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ സുരേഷ് ഗോപിനും കണ്ടു, സുരേഷ് ഗോപിയുടെ ഫോട്ടോ എടുത്തു. അതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങേരെന്ന് പറഞ്ഞ അവിടെ വിളിക്കാത്ത കല്യാണത്തിനാണ് പോയേക്കണത്. വിളിക്കാത്ത കല്യാണത്തിന് പോയി ഓസിന് ഫുഡ് അടിച്ചിട്ടാണ് ഇങ്ങേര് വന്നിട്ട് ഈ ഡയലോഗൊക്കെ അടിക്കണത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇപ്പൊ നമ്മൾ ഒരാളുടെ കല്യാണത്തിന് പോകണാണ്, അപ്പൊ അത് നമ്മളെ വിളിക്കാത്ത കല്യാണമാണെങ്കിൽ അത് നമുക്കിങ്ങനെ എന്നിട്ട് ആ കല്യാണത്തിനകത്ത് ഉണ്ടായ മോശം അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടാക്കായിട്ട് ഇങ്ങനെ മനസ്സുണ്ടല്ല, അത് വലിയൊരു മനസ്സ് തന്നെട്ടാ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ല, ശ്രീകണ്ഠൻ നായരിനെയാണ് വിളിച്ചേക്കണത്. അപ്പൊ അങ്ങേരെ കാണാൻ വേണ്ടി അവിടെ ചെന്ന സമയത്താണ് ഇങ്ങേര് അവിടെ കയറി ഫുഡ് അടിച്ചേക്കണത്. ആ സമയത്തുണ്ടായ വിഷയമാണ് ഇങ്ങനെ ഈ പറഞ്ഞിട്ടിരിക്കണത്. അപ്പൊ ബാക്കിയും കൂടെ നമുക്ക് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു ഡോർ അടച്ചിട്ടേക്കാണ്. ആ ഡോറിന്റെ മുമ്പിൽ പുറത്ത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിങ്ങിനെ ഏൽപ്പിച്ചിട്ടുള്ള അവരെ സെക്യൂരിറ്റി, സ്ത്രീകളും പുരുഷന്മാരൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ വാതിൽ അടച്ചിരിക്കുക. അപ്പൊ അവിടെ ഇതിന് പുറത്ത് വാതിൽ തുറക്കണതും കാത്ത് കുറെ ആൾക്കാർ കാത്ത് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഒരു ട്രിപ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചിട്ട് വേണം അവരെ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് കടത്തി വിടാൻ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഒരു 100-150 ആള് ഒരുമിച്ച് വന്ന് ഈ വാതിൽ തുറക്കണം കാത്തിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരാള് ആ വാതിൽ തുറന്നുകൊണ്ട് വന്നു. അപ്പൊ നമ്മളെ കുറെ ആൾ നീങ്ങിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ തുറന്നു വന്ന ആള് ആരാന്ന് നോക്കിയപ്പോ നമ്മുടെ ഗോകുലാണ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ. അദ്ദേഹം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഈ ഫംഗ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തവർ മാത്രം അവിടെ നിൽക്കുക, അല്ലാത്തവര് ഭക്ഷണം കഴിക്കാൻ അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് സ്ഥലം. ഗോകുൽ സുരേഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? കാര്യം ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിനാണ് പോയേക്കണത്. അവിടെ വിളിച്ചവർക്ക് തന്നെ ചിലപ്പോൾ ഫുഡ് തികയണോന്ന് ഉള്ള ടെൻഷനകത്തായിരിക്കും അവർ നിൽക്കുന്നത്. അങ്ങനത്തെ സമയത്ത് ഈ വിളിക്കാത്ത കല്യാണത്തിനുള്ള ഇവന്മാരെ പോലത്തുള്ള ടീമുകൾ അങ്ങോട്ട് കയറി വന്ന് വെറുതെ അതായത് വിളിച്ച ആൾക്കാർക്കുള്ള ഫുഡും കൂടെ തീർന്നു പോകുന്ന ഒരു ലെവലിനകത്തേക്കുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും പുള്ളി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കേസാട്ടെ ഞാൻ പറയണം, പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നല്ല ഞാൻ പറയണം. പക്ഷെ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് നമുക്ക് വേറെ തെളിവുകളൊന്നുമില്ല. ഇങ്ങേര് വന്നിരുന്ന് ഈ പറയണത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ
ഇങ്ങനെ പറയണത് ആരെ വിശ്വസിക്കാൻ പോണ കാര്യം. മുമ്പ് മറ്റേ ലക്ഷ്മി നക്ഷത്രയുടെ ഈ വിഷയത്തിനകത്ത് ഇങ്ങനെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതാണ് പറയുന്നത്, ഇങ്ങനെ കിടന്ന് പറയണവന്മാരൊക്കെ പറയണ കേട്ടിട്ട് വെറുതെ നിങ്ങൾ വിശ്വസിച്ച് വെറുതെ ഗൂഗിളിനെയൊക്കെ പോയി തെറി വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അല്ല, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇവനെ പോലുള്ളവന്മാരെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു തെളിവ് വേണം അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്കും. കാര്യം പുള്ളിയുടെ ഒരു ഹിസ്റ്ററിയും കൂടെ നോക്കിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. അല്ലാണ്ട് പുള്ളി ഭയങ്കര മഹത്തായ വ്യക്തിയായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാറുണ്ട്, പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞതിനോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ ഈ പുള്ളി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഭക്ഷണം കിട്ടാത്ത, അതായത് ഇപ്പൊ ഒരാള് ഒരു കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അയാൾ വിളിച്ചിട്ടില്ലെങ്കിലും അവരുടെ മര്യാദയാണ് അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. മിക്കവരും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. വിളിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ വരുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കും. അപ്പൊ ആ ഫുഡ് കൊടുത്തിട്ട് ആ ഫുഡിനെ ഇവിടെ വന്നിരുന്ന് കുറ്റം പറയണേണ് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താ പറയണ്ട എനിക്ക് മനസ്സിലാവുള്ള. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വിഷയങ്ങളോടൊക്കെ പറയാനുള്ളൂ. വിവാദങ്ങളൊന്നും തീർന്നിട്ടില്ല. ഇനി ഇഷ്ടംപോലെ വിവാദങ്ങൾ ഈ ഒരു കല്യാണത്തിന് റിലേറ്റഡ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.